ഉം, നല്ല വീടാ. വാടകയല്ലേ ആയിരിക്കും. അല്ലാതെ ഇത്ര വീടൊക്കെ സ്വന്തമായിട്ട് കാണുമോ? ഉം. ആ, നിനക്കല്ലേ ഞങ്ങളെ വേണ്ടാത്തത്. ഞങ്ങൾക്കങ്ങനെ നിന്നെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാ നാണം കെട്ട് നിന്റെ അടുത്ത് ഞാൻ വന്നത്. ആര് പറഞ്ഞു വേണ്ടാന്നിട്ടെന്ന്? ഞാൻ എത്ര പ്രാവശ്യം ഉമ്മാടെ ഫോണിൽ ഞാൻ കിടന്ന് വിളിച്ച്, എന്നിട്ടിപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടോ? ലാസ്റ്റ് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട്. അതുപോലെ തന്നെ എത്രയോ വട്ടം നമ്മൾ വെളി വെച്ച് കണ്ടിട്ടുണ്ട്, കല്യാണ വീട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഓടി വരുമ്പോഴത്തേക്കാണെങ്കിൽ ഉമ്മ ഒഴിഞ്ഞു മാറി നടക്കും, എന്നിട്ട് കുറ്റം മുഴുവൊക്കെ എനിക്കാ. എന്നാലും ഉമ്മ വന്നല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ വേറെ ആരും ഇല്ലേ? ഉമ്മയോ വാപ്പയോ ആരെയും കാണുന്നില്ലല്ലേ? അവരൊക്കെ എന്തേ? ഇവിടെ ഞാനും ഇക്കേ മാത്രമേ ഉള്ളൂ. നിന്നെ അവരാ വീട്ടിൽ കയറ്റിയില്ലല്ലേ? അവർക്കും നാണക്കേടൊക്കെ കാണും. ചുമ്മാതല്ല ഓരോരുത്തർ പറയുന്നത്. അപ്പം അതിനകത്തൊക്കെ സത്യം ഉണ്ടല്ലേ? ഉമ്മ ഇത് എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? അവിടെ നിൽക്കാക്ക് ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഓഫീസിൻ്റെ അടുത്താണ് ഞങ്ങൾ ഈ വീട് എടുത്തിരിക്കുന്നത്. പോയിട്ട് വരാനും പോകാനൊക്കെ ഭയങ്കര എളുപ്പം തന്നെയാണ്. ആഴ്ചയിലാണെങ്കിൽ അവിടുത്തെ ഉമ്മായും പാപ്പയും വന്ന് നിൽക്കും. ഞങ്ങളും പോകുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ. അല്ലാതെ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടതൊന്നുമല്ല. എന്ത് പറഞ്ഞാലും ഞങ്ങൾ കണ്ടുപിടിച്ച ബന്ധം നല്ല തന്നെയായിരുന്നു. എന്നുകൊണ്ട് നല്ല സുഖവും സ്വത്തും പറയാൻ നല്ല ജോലിയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കത് വേണ്ടല്ലോ. ഇതിപ്പോൾ വല്ലവൻ്റെ വീട്ടിൽ വാടകയ്ക്ക് കഴിയുന്നു. മാസം തോറും പൈസ എണ്ണി കൊടുക്കുകയും വേണം. പിന്നെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് വേറെ വീട് നോക്കണം. ഇങ്ങനെ കെട്ടിപ്പെറുക്കി കെട്ടിപ്പെറുക്കി നിൻ്റെ ജീവിതം അധോഗതിയാകും. വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഞാൻ കണ്ടുപിടിച്ച ബന്ധത്തിൽ അവർക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ കണ്ടവൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഇപ്പം കഷ്ടപ്പെട്ട ജീവിതം. അതിന് ഉമ്മടുത്ത് ആരാ പറഞ്ഞു ഇത് വാടക വീടാന്ന്? ഇത് വാടക വീടൊന്നുമല്ല, ഇത് ഞങ്ങളുടെ സ്വന്തം വീട് തന്നെയാണ്. ഈ വീട് എടുത്തപ്പോൾ തന്നെ അവിടുത്തെ ഉമ്മയും പാപ്പയും പറഞ്ഞത് ഇക്കയുടെ പേരിൽ മാത്രമല്ല എൻ്റെ പേരിലൂടെ എഴുതണമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെയും പേരിലുള്ള വീടാണ്. പിന്നെ ഉമ്മ പറയുന്ന പോലെ ഒന്നുമല്ല അമ്മ അവര്. അവരെ കണ്ടാൽ വിചാരിക്കും അവര് ഒരു ഗതിയില്ലാത്തയാണെന്ന്. പക്ഷെ അങ്ങനെയുള്ളവരൊന്നും അല്ല. നല്ല പണവും സ്വത്തും ഒക്കെ ഉള്ള ആൾക്കാർ. പിന്നെ അവർ പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കൊടുക്കാനും നല്ല മനസ്സാണ്. എന്നോട് നല്ല കാര്യമൊക്കെ തന്നെ, നല്ല സ്നേഹം തന്നെ. ഇപ്പോഴും ആ സ്നേഹത്തിനൊന്നും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് സ്വന്തം മോനിക്കുള്ള ഷെയറിനകത്തും എനിക്കും അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാൻ തന്നെയല്ലേ. ഉമ്മ ചായ കുടിക്കേ. നീ എന്തുവാടാ എന്നോട് പറഞ്ഞത്? നിന്റെ വാക്കും കേട്ടിട്ട് ഞാൻ ഇവിടെ ചാടി കയറി വന്നപ്പോൾ ഞാൻ നാണം കെട്ട്. എന്താണെന്നോ? നീ എന്തുവാടാ എൻ്റെ അടുത്ത് പറഞ്ഞത്? അവൾ വാടക വീട്ടിലാണ് കഴിയുന്നതും കഷ്ടപ്പാടാണ്, അവൾക്ക് ഇറങ്ങിപ്പോയിരുന്നത് നല്ല അവൾക്ക് ഖേദമുണ്ട്, അളിയന് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, ആകെപ്പാട് ദുരിതമാണെന്നോ? നിന്റെ വാക്കും കേട്ടിട്ട് ഞാൻ വലിയ ആൾ കളിക്കാൻ വന്നതാ. ഇപ്പം ഞാൻ നാണം കെട്ട്. അത് വാടക വീടൊന്നുമല്ല, സ്വന്തം വീട് തന്നെയാണ്. അവളെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇപ്പോൾ അവിടെ മുന്നിൽ ഞാൻ നാണം കെട്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ, എനിക്ക് ഞാൻ ശരിയാക്കുന്നുണ്ട്. പെങ്ങൾക്ക് ഒത്താശ നിൽക്കും നിന്നിട്ടിപ്പോൾ ഞാൻ ആരായി? ഇപ്പം അവിടെ മുന്നിൽ ഞാൻ നാണം കെട്ടി നിൽക്കുക. വലിയ വീമ്പ് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഇതങ്ങനെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. നീ വെച്ചോ ഫോണ്, ബാക്കി ഞാനേ നേരിട്ട് തരാതിരിക്കുക കേട്ടോ. വാ, ചോറെടുക്കട്ടെ കഴിക്കാൻ. നീ എടുത്ത് വയ്ക്ക്, ഞാൻ വരുക. ഒരു ചായ പോലും ഇടാത്ത നീ ഇപ്പം 3-4 കറിയും തോരനും ഒക്കെ വെക്കാൻ പഠിച്ചല്ലോ. അത് നല്ല ടേസ്റ്റിലൊക്കെ. അതെ, അവിടുത്തെ ഉമ്മയാണ് എന്നെ എല്ലാം ഓരോന്നും പഠിപ്പിച്ചതൊക്കെ. പിന്നെ ഞാൻ കയറി ചെയ്യും. പോരായ്മകളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവിടുത്തെ ഉമ്മായും വാപ്പായും അനിയനും ഒക്കെ. എനിക്ക് അതിലും ഏറ്റവും വലിയ സന്തോഷമാണ് ഉമ്മ. എനിക്ക് എൻ്റെ ജീവിതത്തിനോട് ഇപ്പം എനിക്ക് ഏറ്റവും അഭിമാനം തോന്നി. ഞാൻ എടുത്ത തീരുമാനം തെറ്റിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ സ്നേഹവും കരുതലും കാണുന്നതൊക്കെ. ഉമ്മ തന്നെ പലവട്ടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെയൊക്കെ പോയാലും അവനെ കെട്ടിയാലും അവരുടെ വീട്ടുകാരും ഒക്കെ ഒരുപാട് ദ്രോഹങ്ങളാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ മറിച്ച്
എനിക്ക് സന്തോഷം തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ ഞാൻ ഭാഗ്യം ചെയ്തവളാന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇത്ര സ്നേഹമുള്ള ഒരു ഉമ്മായും ബാപ്പായും അനിയനെയൊക്കെ എനിക്കും കിട്ടുമോ? പോരാത്തതിന് എനിക്കായി. എനിക്ക് ഒരു കുറവ് ഇവിടെ വരുത്തിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് താമസമായപ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് എല്ലാ ഫർണിച്ചറും വാഷിംഗ് മെഷീനും എല്ലാം എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. അതിൽ വേറെ സന്തോഷം എനിക്കില്ല അമ്മ. ഏതൊരു മാതാപിതാക്കളെ ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് അതേ ഞാൻ ആഗ്രഹിച്ചോളൂ. പലവട്ടം നീ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഞാൻ നിന്നെ വേണ്ടാന്നും പറഞ്ഞ് പിന്തിരിപ്പിച്ചത്. പക്ഷേ നീ ഒരിക്കലും എന്നെ ധിക്കരിച്ചിറങ്ങത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേന്ന് നീ ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുന്നിലൊക്കെ ഞാൻ നാണം കെട്ട് നിന്നു. ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കത് സഹിക്കുന്നില്ല. എന്തായാലും ഉമ്മ ആഗ്രഹത്തിനെക്കാട്ടി നല്ലൊരു ജീവിതം എനിക്ക് കിട്ടി. അതിലുമ്മക്ക് സന്തോഷിക്കാമല്ലോ. പിന്നെ ഉമ്മ വന്നത് എന്തിനൊക്കെയാണെന്ന് എനിക്കറിയാം. ഞാനിവിടെ നരകച്ച് ജീവിക്കുവാണോ, എന്നെ നോക്കുന്നുണ്ടോ, അവരെന്നെ ആട്ടിപ്പഴിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ. പലരും പല രീതിയിലൊക്കെ പറയും ഉമ്മ. അത് കേട്ട് ഉമ്മ ഇതാവുകയൊന്നും വേണ്ട. പിന്നെ ഉമ്മ തോറ്റുപോന്നുള്ള ധാരണ അത് വേണ്ട. എന്തായാലും ഉമ്മ എനിക്ക് കണ്ടുപിടിച്ചതിനെക്കാട്ടിയും നല്ലൊരു ജീവിതം തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ഉമ്മ അത് ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാകണമെന്ന് എനിക്കില്ല. എല്ലാവരും ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ ഇത്ര ശതമാനം വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ജീവിതം നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അതിൽ ഞാൻ ഹാപ്പിയാണ്. നാളത്തെ കാര്യം റബ്ബിൻ്റെ കയ്യിൽ. ഇന്നത്തെ വരെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് അതിൽ സന്തോഷിക്കാം. ഇനി ആരും അടുത്ത് എന്തെങ്കിലും കുറ്റവും കുത്തിവാക്ക് സംസാരിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നു. അതുപോലെ ഉമ്മയ്ക്ക് ആ അത് നീ പറഞ്ഞ സത്യവാ. നീ എന്നെ ധിക്കരിച്ച് പോയവർക്കും അവൾക്കൊരു കുറ്റബോധം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് സത്യം തന്നെ. നിന്റെ വായിന്ന് വീഴണം എനിക്ക് തെറ്റുപറ്റി പോയി ഉമ്മാന്ന്, ഉമ്മയുടെ വാക്ക് കേട്ടാൽ മതിയെന്ന്. ഇപ്പോൾ ഉമ്മക്ക് അതിലും ഭയങ്കര സന്തോഷമായിടി. നീ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതിനെക്കാട്ടിൽ ഏറ്റവും നല്ല ബന്ധങ്ങളാണ് എനിക്ക് കിട്ടിയത്. സ്നേഹിക്കാൻ നല്ലൊരു ഉമ്മായും വാപ്പായും അതിലേറെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയില്ലേ. ചിലപ്പോൾ ഞാൻ കണ്ടുപിടിച്ച തന്നതിൽ ഏറ്റവും നല്ലതാണിത്. ഉമ്മക്ക് ഇപ്പോൾ സന്തോഷമായി. നിൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം ഞാൻ വീണ്ടും തോറ്റിരിക്കുക. ഉമ്മക്ക് ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട്.